ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഒരു BR റാങ്കഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളൊരു BR റാങ്കഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ട് ഗൈസ്. എല്ലാ ദിവസവും CS ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് BR റാങ്കഡാണ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ BR റാങ്കഡൊന്നും അധികം കളിക്കത്തില്ല കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം CS ആണ്. മാത്രമല്ല നമ്മളിപ്പം CSC മാസ്റ്റർ 64 സ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വെച്ചാൽ എന്തായാലും BR റാങ്ക് പുഷ് ചെയ്യാമെന്ന്. CS സീസൺ ഗൈസ് 4 ദിവസം കഴിയുമ്പോൾ മാറും. അതായത് 1-ാം തീയതിയാണ് സീസണും കാര്യങ്ങളൊക്കെ മാറും. CSലെ ഡിസംബർ 1-ാം തീയതിയാണ് CSലെ സീസണും കാര്യങ്ങളൊക്കെ മാറുന്നതാണ്. അതുപോലെ പുതിയൊരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു കിടില അപ്ഡേഷനാണ് വരാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല കുറേ ഇവൻറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഒരു കിടില അപ്ഡേഷൻ തന്നെയാണ് വരുന്നത്. അതുമാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പോൾ തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ക്ലോക്ക് ടവറിനെ മണ്ടേ ചാടിയപ്പോഴത്തേക്ക് ഒരുത്തനെ കണ്ടു ഗൈസ്. ഒന്നും നോക്കില്ല, അവനെ അവിടെ ഉസി വെച്ച് കുത്തി പിടിക്കുന്നുണ്ട് ഗൈസ്. ഇവന് ചെവന ഡാമൊന്നും കയറുന്നില്ല, അവനും ഉസി വെച്ചിട്ട് കുത്തി പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് റഷ് അടിച്ചപ്പോൾ ഒറിയോണോട്ട് നമുക്ക് കുറച്ച് ഡാം തന്നെങ്കിൽ നമ്മൾ കുത്തി പിടിച്ച് അവനെ ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മെഡ് അടിക്കാം. ഓക്കെ, അപ്പോൾ താഴെ നിന്നൊക്കെ ഫൂട്ട് കേൾക്കുന്നതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഇവിടെ ഒരു ഗ്ലൂ വാൾ ഇടാം. കാരണം താഴെ നിന്ന് എപ്പോഴാണ് എനിമീസ് റഷ് അടിക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് മാപ്പിൽ തന്നെ കാണാമായിരിക്കും. ഓക്കെ, 2-3 പേരൊക്കെ താഴെ നിൽപ്പുണ്ട്. നമുക്ക് കോട ഇട്ട് നോക്കിയ സമയത്താണ് ഒരുത്തന്നെ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. മിക്കവാറും മേലോട്ട് വന്ന് റഷ് അടിക്കും ഗൈസ്, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ മിക്കവാറും മേലോട്ട് വരും. നമുക്ക് ഗൈസ് അപ്പോഴത്തേക്കും ലൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം ഗൈസ്. അപ്പുറത്ത് അവിടെ നല്ല ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ സാരി വീട്ടിൽ നല്ല ഫൈറ്റിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്ന് ബുള്ളറ്റ് സെറ്റാക്കി ഗൈസ്. അപ്പോഴത്തേക്കാണ്ട് ഒരുത്തൻ കയറി വന്ന് നമ്മൾ ഒന്നും നോക്കില്ല കുത്തി പിടിച്ച് അങ്ങനെ നോക്കാക്കി ഗൈസ്. അവൻ്റെ എക്സമേറ്റ് UMP ഉണ്ട് ഗൈസ്, നമുക്കത് 2 കൊടുക്കാം. എക്സമേറ്റ് UMP 2 എടുക്കാം. ഓക്കെ, സമയം നമ്മൾ 2 എടുത്തിട്ടുണ്ട്. മാത്രമേ നമ്മൾ മെഡും അടിച്ചെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടോട്ടൊക്കെ എനിമികളുടെ ശബ്ദങ്ങളുണ്ട് ഗൈസ്. അവിടെ വമ്പൻ ഫൈറ്റ്, 2 ഉമാർ അവിടെ വമ്പൻ ഫൈറ്റ് ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, 2 ഉമാരുണ്ട് എന്തായാലും അത് ഉറപ്പാണ്. അപ്പോൾ ഗൈസ് നമുക്ക് കോഡ് ഇട്ട് നോക്കിയ സമയത്ത് ഗൈസ് ഇവിടെ ആരും ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അല്ല ഉണ്ടോ നോക്കുക. എനിക്ക് AK വേണം. AK ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഗൈസ് പറഞ്ഞു തീരുന്നതാണ്. അപ്പോഴത്തെ AK കിട്ടി. നമുക്ക് എക്സമേറ്റ് മാറ്റിയിട്ട് AK എടുക്കാം. ഓക്കെ ഗൈസ്, ഇനി കുറച്ചുകൂടെ ലൂട്ട് സെറ്റാക്കാം ഗൈസ്. അതിന് പിന്നെ നമുക്ക് ലെവൽ 3 ബാഗ് എടുക്കാം. ഓക്കെ, ലെവൽ 3 ബാഗ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം സെറ്റാക്കാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ ബാഗിൽ കുറേ സ്പേസ് ഉണ്ട്. പരാഫർ അടങ്ങുന്ന പരാഫർ കൊണ്ട് അയക്കി കഴിഞ്ഞാൽ മതി ഗൈസ്. അവിടെ പിന്നെയും ഫൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അവൻ്റെ അവിടെ ഫൈറ്റ് തീരാത്ത കുറേ നേരം കൊണ്ട് അവിടെ തന്നെ 3-4 എനിമീസ് വരുന്നത്. എനിക്കൊന്ന് ചത്തവന്മാർ തന്നെ പിന്നെ അതായത് നോക്കായമാരെ പിന്നെ ഇവന്മാർ റിവൈവ് അടിച്ചിടുവന്നേ ഗൈസ്. അവിടെ ഒരു എനിമി ആയിട്ട് പോയി ഗൈസ്. ഇവിടെ നിന്ന് കൊടുത്ത് ഡാം കൊടുക്കാൻ പറ്റിയില്ല, കൊടുത്തല്ല പക്ഷെ ഒന്നും കിട്ടിയില്ല അവന്. അവിടെ 2 ഉമാർ ഞാൻ മറ്റേ ഗ്രനേഡ് എറിയാൻ നോക്കിയിട്ട് ഗ്രനേഡ് കിട്ടിയില്ല ഗൈസ്. നമുക്ക് UMP വെച്ച് മേപ്പോട്ട് റഷ് അടിക്കാം ഗൈസ്. നമ്മൾ റഷ് അടിക്കുന്നുണ്ട് ഗൈസ്. ഒരുത്ത അങ്ങോട്ട് പോയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഒന്നും നോക്കില്ല നമ്മൾ അവനെ UMP വെച്ച് കുത്തി പിടിച്ച് അവൻ ഇങ്ങോട്ട് ബൈസൺ വെച്ച് കുത്തി പിടിച്ച് അത്രേ ഉള്ളൂ. 2 പേരും അങ്ങോട്ട് കുത്തി പിടിയായിരുന്നു ഗൈസ്. ഇവിടെ AK മാറ്റി ACAT എടുക്കുക. ഓക്കെ, ഇവിടെ ഒരു ACAT കണ്ണ് കിടപ്പുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു കണ്ണെടുക്കാം. ഓക്കെ ഗൈസ്, സ്നൈപ്പർ കണ്ണ് ഏതെങ്കിലുമൊക്കെ AW കിട്ടിയിരുന്ന ഗൈസ് പിന്നെയും കുഴപ്പമില്ല. എവിടെ നിന്നെങ്കിലുമൊക്കെ പടി വിട്ടു. ബുള്ളറ്റൊക്കെ എടുക്കട്ടെ. ബുള്ളറ്റൊന്നും ഇല്ല ഇങ്ങനെ. UMPക്ക് ബുള്ളറ്റ് കുറവ്. UMPക്ക് ബുള്ളറ്റ് എവിടെയെങ്കിലുമൊക്കെ കാണും. ഇവൻ്റെ ലൂട്ട് ബോക്സ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ബാഗ് ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് കോടിട്ട് നോക്ക്. ഇവിടെ ഒന്നും എനിമീസ് ഇല്ല. ഇപ്പം നമുക്ക് 3 കില്ലായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും എനിമീസ് അങ്ങനെ കാണുന്നില്ല. നോക്കാം, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ കാണും. ഓക്കെ ഗൈസ്, ആണ്ട് ഇവിടെ എന്തുവാ ഗൈസ്, ഇവിടെ വുഡ്പക്കർ ഗൈസ്. നമുക്ക് വുഡ്പക്കർ എടുക്കാം സെറ്റ്. നമുക്കിനി സ്പീക്ക് അങ്ങോട്ട് പോയി നോക്കാം. അതിന് മുന്നേ ഇതൊക്കെ ഇവിടെ ഗൈസ് അവിടെ സ്നൈപ്പർ ഇടാം ഗൈസ്. അത് വേണ്ട ഗൈസ്. നമുക്കേ ഇതിൻ്റെ അകത്തോടെ മറ്റേ പീക്കിൻ്റെ അങ്ങോട്ടുണ്ടല്ലോ ഗൈസ്, അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇവിടെ ഫാക്ടറിയുടെ ഇവിടെയൊക്കെ നോക്കിയേക്കണം. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അതിലൊരു എനിമീസ് കാണും. അതുകൊണ്ട് നമുക്ക് ഇവിടെയും കൂടെ ഒക്കെ നോക്കി പോകണം ഗൈസ്. അത് മാത്രമേ നിങ്ങളുടെ CSലെ റാങ്ക് ഏതാണെന്നുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മാത്രമേ നമ്മളെല്ലാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് മാക്സിമം സപ്പോർട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. നമ്മൾ ഞായറാഴ്ച അന്ന് ഒരു ലോങ് വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് അതും BR റാങ്കഡ് പുഷിങ് ആണ് ഗൈസ്. അത് കിടിലൻ ഗെയിം പ്ലേ ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ റെഡിയും കൊണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 100 ലൈക്ക് കംപ്ലീറ്റ് ആയാലും 200 ലൈക്ക് കംപ്ലീറ്റ് ആയ ഗൈസ് 500 റെഡിയും കൂടെ കൊടുക്കുന്നുണ്ട്
കേസ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് ഗൈസ് ഒരുത്ത് ഓടുന്ന ഗൈസ്. ഓക്കെ ഗൈസ് അവന് 267 കൊടുത്തിട്ടുണ്ട്. ഒരു 67 ഒരു 68 അവന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമ്മൾ മറ്റേ ഹീലിങ്ങിൻ്റെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് റഷ് അടിക്കാം ഗൈസ്. ഗ്ലൂ വാൾട്ട് റഷ് അടിക്കാം ഗൈസ്. നമ്മളെ കുറച്ച് ഡാം വരാൻ നോക്കിയോ ഗൈസ്. നല്ല ഡാം ഇട്ടിട്ടുണ്ട്. ഓക്കെ നല്ല ഡാം ഇട്ടിട്ട് നമുക്ക് ഫുൾ മെഡ് അടിക്കാം ഗൈസ്. ഗൈസ് ഒന്നും നോക്കിയില്ല അവനെ അങ്ങോട്ട് കുത്തി പിടിക്കുന്നുണ്ട്. നമ്മൾ റീലോഡ് റഷ് അടിച്ചാറാ ഗൈസ്. ഒന്നും നോക്കിയില്ല കുത്തി പിടിച്ച് അവിടെ അങ്ങ് നോക്കിയിട്ട് ഗൈസ്. നമ്മളൊന്നും നോക്കിയില്ല അവനെ കുത്തി പിടിച്ച് നമ്മളങ്ങ് നോക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ് നമുക്ക് ഇതിനെ മണ്ടലുണ്ട്. എനിക്ക് കട്ടാൻ വേണ്ട ഗൈസ്. എനിക്ക് ഇങ്ങനെ ഓടുന്ന ഇഷ്ടം ഗൈസ്. അവൻ മിക്കവാറും റിവൈവ് അടിക്കാൻ വരും. റിവെഞ്ച് എടുക്കാൻ വരും. അവൻ റിവൈവ് ആയി കാണും. ഇപ്പം അവൻ റിവെഞ്ച് എടുക്കാൻ വരും. മിക്കവാറും വരും. നല്ല ചാൻസ് ഉണ്ട് അവൻ റിവെഞ്ച് എടുക്കാൻ വരാനായിട്ടുള്ള ഗൈസ്. പിന്നെ എത്ര പേർക്ക് VR ആംഗിൾ ഹീറോയ്ക്കും അതുപോലത്തെ മാസ്റ്റർ അടിച്ചിട്ടുണ്ട് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് കോട്ടിട്ടൊക്കെ അവനെ കണ്ട് അപ്പോൾ ഗണ്ണ് മാറിപ്പോയി UMP എടുത്ത് നോക്കാം ഗൈസ്. ഓക്കെ റഷ് അടിക്കാം മെഡ് അടിക്കുക ഗൈസ്. ഗണ്ണ് മാറി പോകുന്നു. നോക്കി ഗൈസ്. റഷ് അടിച്ച് പിന്നെ അവനെ അവിടെ അങ്ങ് വിട്ടിയാക്കി. അവൻ ചിലപ്പോൾ ഓട്ടോ റിവൈവ് ആയി വന്നിരുന്നു. ഗൈസ് ഇവിടെ MP5 എടുക്കുക. ലെവൽ 2 MP5 187 ഉണ്ട്. പക്ഷെ അത് വേണ്ട ഗൈസ്. നമുക്ക് MP5 മതി. അപ്പോൾ ഗൈസ് നമുക്ക് ഗൈസ് ഇതിൻ്റെ മണ്ടയിലോട്ട് പോയിട്ട് ഗൈസ് മെഡ് അടിക്കണം. വേണ്ട ഗൈസ് മെഡൊന്നും അടിക്കണം. മെഡ് ഫുള്ളാണ് ഗൈസ്. എനിക്ക് പലപ്പോഴും തെറ്റ് പറ്റും ഗൈസ്. അതായത് നമ്മുടെ HP ഫുള്ളാണെങ്കിൽ ഞാൻ പിന്നെയും വേണ്ട മെഡ് അടിക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും. എന്താ അറിയത്തില്ല. നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഹീലൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ നമുക്ക് അങ്ങോട്ട് താഴോട്ട് പോയി നോക്കാം. അവിടെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരുത്തം കാണും. നമുക്ക് എന്തായാലും താഴോട്ട് പോകാം. അപ്പോൾ നമ്മൾ വീഡിയോസ് ചെറുതായിട്ട് കട്ട് ചെയ്തായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എനിമീസിനെ കാണുന്നിടം മാത്രം നമ്മൾ കുറച്ച് കട്ട് ചെയ്തത്. അതായത് വീഡിയോ ഒരുപാട് ലോങ് ആവാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്കെ അപ്പോൾ നമുക്ക് പറഞ്ഞ് തീരുന്നില്ലാണ്ട് അപ്പോഴത്തെ ഒരുത്തം വന്ന് കയറി. അവൻ നല്ല ഡാമ് വന്നിട്ടുണ്ട്. നോക്കില്ല നമ്മൾ MP5 വെച്ച് അവനെയും കുത്തി പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലുമൊക്കെ എനിമീസ് കാണാം. നമുക്ക് തപ്പണം. ഇനി എനിമീസ് വല്ലതും കണ്ടിട്ടാണോ ഗൈസ്. ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആവും. അങ്ങനെ ഗൈസ് ഓണ് വന്ന സമയത്ത് നമ്മൾ വണ്ടി എടുത്ത് പോകാനായിട്ട് നോക്കിയ സമയത്ത് വണ്ടി അവിടെ കുടുങ്ങി. അപ്പോഴത്തേതാണ്ട് ഒരു എനിമി ഇങ്ങോട്ട് മോൺസ്റ്റർ ട്രക്ക് എന്തുവാ ഇട്ടിട്ടുണ്ട്. അതാണ്ട് അവന് 2 ഡാം അതായത് 64 ഒരു 52 കൊടുത്തിട്ടുണ്ട് വുഡ്പക്കർ വെച്ച്. ഇതാണ്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയി ഗൈസ്. അവന് ഇനി സോണി പോലും അടിക്കുന്ന അത്ര സേഫ് അല്ല. ഓക്കെ നമുക്ക് എന്തായാലും സോണിയിൽ നിന്ന് ഇറങ്ങാം ഗൈസ്. അവൻ മിക്കവാറും ആ ഫാക്ടറി അവിടെ കൊണ്ട് നിർത്തും. ഓക്കെ കാരണം ഗൈസ് അവിടെ 2-3 എനിമീസ് ഫൈറ്റ് എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ അങ്ങോട്ട് റഷ് അടിക്കാനൊന്നും പോയില്ല ഗൈസ്. ഓക്കെ അവന്മാർ ഫൈറ്റ് എടുക്കുന്നതെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ റഷ് അടിക്കാനൊന്നും പോയില്ല. അപ്പോൾ മിക്കവാറും അവിടെ കൊണ്ട് നിർത്താനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ ഞാൻ കോഡിട്ട് നോക്കുന്നുണ്ട്. വേണ്ട സംഭവം നോക്കി അവൻ നമ്മളെ തന്നെ വന്ന് വിടും ഗൈസ്. ഉറപ്പാണ് നമ്മുടെ തന്നെ വന്ന് വിടും. കാരണം ഞാനിപ്പോൾ അങ്ങോട്ട് റഷ് അടിക്കാൻ പോകണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവന്മാരുടെ കൈ കൊണ്ടാവും ചാവും. ഒന്നെങ്കിൽ നമ്മുടെ ഉണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവന്മാരുടെ കൈ ഉണ്ട്. ഉറപ്പാണ് നമുക്ക് ഗൈസ് അകത്ത് നല്ല ഫൈറ്റാണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല. അകത്ത് നല്ല ഫൈറ്റ് ആയിരിക്കണം. ഗൈസ് അതിൽ മോൺസ്റ്റർ ട്രക്ക് വന്നതാണ് ഗൈസ് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. വുഡ്പക്കർ വെച്ച് ഗൈസ് 64 54 ഒക്കെ ഡാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് റഷ് അടിക്കാം. നമുക്കിങ്ങനെ മരത്തിൻ്റെ ഇവിടെ കവറെടുത്ത് നമുക്ക് റഷ് അടിക്കും. ഇങ്ങനെ റഷ് അടിക്കാം. ഓക്കെ ഗൈസ് അവൻ കോഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ് അവന് നമ്മൾ ഒരേ ക്യാരക്ടറാണ് കോഡ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലൂ വാൾ പിടിക്കുന്ന ഗൈസ് ഈ ഒരു സംഭവം എറിഞ്ഞു കൊടുക്കുക ഗൈസ്. നമ്മൾ അത് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവന് 10 ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. വേണ്ട ഗൈസ് അവൻ ഗ്ലൂ വാളിട്ട് പോകുന്നുണ്ട്. ഓക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഇനി എന്തായാലും മാഗ് വെച്ച് കുത്തി പിടിക്കാം. കാരണം ഓൾറെഡി അവന് ഒരു നമ്മുടെ കയ്യിൽ നിന്ന് വുഡ്പക്കർ വെച്ച് 42 കിട്ടി. അതുപോലെ ഗൈസ് നല്ല ഡാം കൂടെ ആയതുകൊണ്ട് തന്നെ മാഗ് വെച്ച് ഹെഡ് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മോൺസ്റ്റർ ട്രക്ക് അവനൊരു 40 കൊടുത്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ ഗൈസ്. വുഡ്പക്കർ വെച്ച് 300 ഹെഡും കാര്യങ്ങളൊക്കെ അടിച്ചങ്ങ് അവനെ അവിടെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി 2 പേരൂടെ ഉള്ളൂ. ഓക്കെ അപ്പോൾ ഗൈസ് ഒരുത്തനൂടെ കൊന്നാൽ ഗൈസ് നമുക്ക് ബുയ്യയും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പറ്റും. ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഒരുത്തൻ എവിടെയാണ് എന്നുള്ളത് നോക്കാം ഗൈസ്. ഓക്കെ ആ ഡേസ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഗൈസ് ഒരുത്തൻ നമ്മുടെ മുന്നിൽ കൂടെ ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇതിൻ്റെ മണ്ട കയറിയിരിക്കാം. ഗൈസ് ഒരു 57 ഗൈസ് നമുക്ക് അങ്ങോട്ട് റഷ് അടിക്കാം ഗൈസ്. നമുക്ക് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇങ്ങോട്ട് എവിടെയെങ്കിലുമൊക്കെ വരും ഗൈസ്. ഓക്കെ നോക്കാം. ഓക്കെ അതുകൊണ്ട് ഗൈസ് ഓക്കെ ഓക്കെ അവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കളി ബുയ്യയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്.